ഹലോ, നമസ്കാരം. ഇതൊരു 2021 ന്യൂ മോഡൽ വാഗണറാണ്. ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഈ വാഹനം. 4th സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് എന്തെന്ന് വെച്ചാൽ മിസ്സിങ്ങും വണ്ടി പുള്ളിങ് തീരെയില്ല, എഞ്ചിൻ വാണിൽ ലാമ്പും കത്തുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾക്കിത് ആദ്യം ഒന്ന് ഈ വെഹിക്കിളൊന്ന് ഓട്ടിച്ച് നോക്കാം, വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ക്ലസ്റ്ററിൽ വരുന്ന സമയത്ത് എഞ്ചിൻ വാണിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിളൊന്ന് ഓട്ടിച്ച് നോക്കാം. അപ്പോൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി വല്ലാത്തൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ, കംപ്ലൈൻ്റ് ഉണ്ട്. ആക്സിലേറ്റർ കൊടുക്കുന്നത് പോലെ വണ്ടി മൂവ് ആവുന്നില്ല, ഭയങ്കര സ്ലോ ആയിട്ടാണ് വെഹിക്കിൾ പോകുന്നത്. ഒരു പിസ്റ്റൺ വർക്കാകാത്ത പോലെയാണ് നമ്മൾക്ക് തോന്നണത്. എന്തിരുന്നാലും നമ്മൾക്ക് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, കംപ്ലൈൻറ്റ് കിട്ടാതിരിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വാണിയിൽ ലാമ്പ് കത്തുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കില്ല. സ്കാൻ ചെയ്തു. ആ സമയം കിട്ടിയത് P0302 അതായത് പിസ്റ്റൺ 2 ആണ് കംപ്ലൈൻറ്റ് കാണിക്കണത്. ഇഞ്ചൻ എ സ്റ്റോപ്പ് കൺട്രോൾ മോഡ്യൂൾ. സർവീസ് മാനുവലിൽ പറയുന്നത് 4 പാർട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഡ് വരാം. അതായത് ഇഗ്നിഷൻ സിസ്റ്റം, ഇഞ്ചൻ കംപ്രഷൻ, ഫ്യൂൽ ഇഞ്ചക്ടർ ആൻഡ് ഓർ സർക്യൂട്ട്, ECM. ഈ 4 പാർട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാമെന്നാണ് മാനുവൽ പറയുന്നത്. ഇനി നമ്മൾക്ക് മെക്കാനിക് സെക്ഷനിലേക്ക് കിടക്കാം. ഇഞ്ചൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ സിലിണ്ടർ കണ്ടോ, ആ സിലിണ്ടറിൽ ഇഗ്നിഷൻ കോയിലേക്ക് വരുന്ന ആ വയർ മുഴുവൻ എലി കടിച്ച് രണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ പിസ്റ്റണിലേക്ക് ആവശ്യത്തിനായ കറണ്ട് പാസ്സാവുന്നില്ല, ആ പിസ്റ്റൺ വർക്കാവുന്നില്ല. അതുകൊണ്ടാണ് ആ മിസ്സിങ്ങും ആ ഒരു MA ലാമ്പ് കത്താനും കാരണം. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് ലൂപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളത് നല്ലപോലെ ലൂപ്പ് ചെയ്ത് വൃത്തിയായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആ ഒരു മിസ്സിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കംപ്ലൈൻറ്റ് തീർന്നു. വാഹന ഉടമകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഈ എലി കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പരാക്രമം. ഇതിനൊരു ചെറിയൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ആൻറ്റി റാറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് വാങ്ങിച്ച് നമ്മൾ ഈ ഇഞ്ചിൻ റൂമിലൊക്കെ ഒന്ന് ഈ വയർ കണക്ഷൻ പോകുന്നവിടേക്ക് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്ക് എലി വരില്ല എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. വണ്ടി അതിൻ്റേതായ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കണം. നല്ല സ്മൂത്തായിട്ട് വെഹിക്കിൾ ഓടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും നമ്മൾക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.